റമദാൻ മാസം തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ത്രീകളും ഒ.പിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഗർഭിണികൾക്ക് നോമ്പ് പിടിക്കാമോ എന്നുള്ളത്. ജനറലി പറയുകയാണെങ്കിൽ ഗർഭിണികൾക്ക് നോമ്പ് പിടിക്കാവുന്നതാണ്. എന്നാൽ ചില അസുഖങ്ങളുള്ളവർ, ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ബി.പി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അനീമിയ രക്തക്കുറവ്, അമ്മയ്ക്ക് നേരത്തെ പ്രീടേം ഡെലിവറികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ റെഗുലറായിട്ട് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ എന്നിവരെല്ലാം നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ഇനി നോമ്പെടുക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. രാവിലെ അത്താഴം ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അത്താഴത്തിന് നമുക്ക് എല്ലാ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയ ഒരു ആഹാരം കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പതുക്കെ അബ്സോർബ് ചെയ്യുന്ന ആഹാരം വേണം കഴിക്കാനായിട്ട്. ചോറ് തുടങ്ങിയവയെല്ലാം കഴിക്കാവുന്നതാണ്. കഴിവതും രാവിലെ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തും ഇതേപോലെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ഷുഗർ നിറഞ്ഞ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ലഘുവായിട്ട് എന്നുള്ള എന്തെങ്കിലും കഴിച്ച് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇടയ്ക്കിടെ ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന കാലയളവ് മിക്കവർക്കും വോമിറ്റിങ്ങും അതേപോലെ ഗ്യാസ്ട്രൈറ്റിസും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ആ സമയങ്ങളിൽ ഫാസ്റ്റിംഗ് എടുത്താൽ ഇത് കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഫാസ്റ്റിങ്ങിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതാണ്. ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയും. 13 ആഴ്ച തൊട്ട് 28 ആഴ്ച വരെയുള്ള സമയം നോമ്പെടുക്കാൻ വേണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു സമയമായിരിക്കും. അടുത്ത മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ വളർച്ച കുറവോ അല്ലെങ്കിൽ അമ്മയ്ക്ക് രക്തക്കുറവോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ നിന്നും ഒഴിവായി നിൽക്കുക. ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അനക്കം, നിങ്ങൾക്ക് അറിയാവുന്ന ആ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ പാറ്റേൺ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കേണ്ടതുമാണ്.